ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ ഒരു ബ്ലോഗ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇതെൻ്റെ തറവാട് വീടാണ്, എരുമൂരിലെ തറവാട് വീട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ലക്ഷദ്വീപിക്ക് പോകുകയാണ്. അപ്പോൾ ഇതുവരെ എങ്ങനെ പറഞ്ഞാൽ സിജിക്കുട്ടൻ്റെ ഉമ്മയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഒറ്റയ്ക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പരിശീലന ഭാഗമായിട്ടുള്ള ഒരു ബ്ലോഗാണിത്. അപ്പോൾ അത് നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരു പരിശീലനം നടത്തുന്ന പരിപാടിയാണ്. ഈ വീട് പറഞ്ഞാൽ ഒരു 85 വർഷത്തോളം പഴക്കമാകും. എൻ്റെ ബാപ്പ പണിതിട്ടുള്ള വീടാണ്. ഇപ്പോഴും ഈ വീട് നിലനിർത്തിയിരിക്കുന്ന കേടൊന്നും ഇല്ലതിന്. ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റുകളൊക്കെ പരിഹരിച്ച് അങ്ങനെ നിലനിർത്തിക്കൊണ്ടുവരുന്നു. ഇതെൻ്റെ അനിയൻ ഉഗാണ്ടയിലുള്ള ലുക്മാനിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഈ സ്ഥലം പറഞ്ഞാൽ ഒരു ഏക്കറിൻ്റെ അടുത്ത് വരുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൽ പാർട്ടീഷനെ കഴിഞ്ഞ് ഓരോരുത്തർക്കായിട്ട് ഓരോ സ്ഥലങ്ങൾ വെച്ചിരിക്കുകയാണ്. 5 സെൻറ്റ് 10 സെൻറ്റ് വെച്ചിട്ടൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിണർ. ഇത് കിണർ ഞങ്ങളുടെ വാപ്പ കുഴിച്ചിട്ടുള്ള കിണറാണ്. ഇത് 1975 കെട്ടിത്തേച്ചത്. അതിൻ്റെയും കുറേ വർഷം മുമ്പ് തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കിണറിൽ നിന്നാണ് അന്ന് കാലത്തൊക്കെ അയൽവാസികളും അടുത്തുള്ളവരൊക്കെ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് കന്നുകാലികളും എരുമകളും മാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വെള്ളം വേണം. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ കിണർ ഉപയോഗിക്കും. ഇന്നിപ്പോൾ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്, കുടിവെള്ളം. ഇതിനൊക്കെ ഈ വെള്ളമൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇതാ വീട്ടിൽ പപ്പായ മരങ്ങളൊക്കെ നിറയുണ്ട്. അതിലൊക്കെ നിറയെ കായ്കളുണ്ട്. സിജിക്കുട്ടനേക്കൊക്കെ പപ്പായൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കൊടുക്കും. ഇത് സിജിക്കുട്ടൻ്റെ വീടാണ്, എരുമൂരുള്ള സിജിക്കുട്ടൻ്റെ വീട്. ഇത് തറവാട് വീട്. അതേമാതിരി ഇത് അങ്ങനെ നോക്കി പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും തറവാട് വീടിൻ്റെ ചുറ്റും ഇത് അനിയന്മാരിൻ്റെ വീടൊക്കെ ഉണ്ട്. 3 വീട് ഇപ്പുറത്തുണ്ട്. തറവാട് വീടുള്ളത് ഇതിന് ചുറ്റും നടുവിലാണ്. ഇതൊക്കെ ബാക്ക് ഭാഗമാണ്. എല്ലാ വീട്ടിൻ്റെയും ബാക്ക് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. തറവാട്ട് വീട്ടിലേക്കുള്ള വലിയ ഗേറ്റാണിത്. കണ്ടില്ലേ? ഇതെൻ്റെ മൈസൂരുള്ള പെങ്ങളുടെ വീടാണ്. പാരിജാൻ പറയും. അവർ മൈസൂരാണ് ഇരിക്കുന്നത്. അവർ വർഷത്തിലൊരു 10, 15, 20 ദിവസം ഇവിടെ വന്നിരിക്കും. സ്കൂളൊക്കെ പൂട്ടി ലീവൊക്കെ ഉള്ള സമയത്ത്. അത് കഴിഞ്ഞ് എപ്പോഴും പൂട്ടിയിട്ടുള്ള പതിവ്. ഇതെൻ്റെ തൊട്ട അനിയൻ്റെ വീടാണ്, അബ്ബാസ്, റോയൽ ബേക്കറി അബ്ബാസ്, എരുമയൂർ. അതിൻ്റെ വീടാണ് തൊട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഇത് വീട്ടിൻ്റെ തൊട്ടുള്ള വീടാണ്, പോസ്റ്റ് മാഷിൻ്റെ വീട്. ഇതാണ് പെങ്ങളുടെ വീട്, പാരിജാൻ്റെ വീട്, സഹോദരൻ്റെ വീട്. ഇത് അബ്ബാസിൻ്റെ വീട്. ഇത് വഴി. ഇതിലൂടെ ഒരു വഴിയുണ്ട്. ഇതെങ്ങനെ പോയ പള്ളീൻ്റെ അവിടേക്ക് പോണ വഴിയാണ്. ഇത് തൊട്ട് ചെയ്ത് നമുക്ക് പറയാം അവൻ്റെ വീടാണ്. ബാസിജിക്കുട്ട എൻ്റെ അനിയൻ അബ്ബാസിൻ്റെ വീടാണ്. മരങ്ങളൊക്കെയാണ് തണുപ്പിന് വെച്ച് പിടിച്ചിട്ടുണ്ട്. മാങ്ങ മരം. ഇതിൻ്റെ ഉള്ളിലാണ് വീട്. ഇത് അപ്പാക്കുട്ടിക്ക എൻ്റെ വീട്. അപ്പാക്കുട്ടിക്ക നമ്മുടെ അടുത്ത് അബ്ബാസിൻ്റെ ഓപ്പോസിറ്റുള്ള വീടാണ് അപ്പാക്കുട്ടിക്കാൻ്റെ വീട്. ഇത് എൻ്റെ അനിയൻ അമീൻ, അൽ അമീൻ്റെ വീടാണ്. അൽ അമീൻ്റെ വീട്. ദന്തപ്പാല പറഞ്ഞ ചെടിയാണ്. സോറിയാസിനും താരനയ്ക്കൊക്കെ ഉപയോഗിക്കും ദന്തപ്പാല. മാംഗോസ്റ്റിൻ പറഞ്ഞ ചെടിയാണിത്. ഇതിൽ ഇടയ്ക്കൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാംഗോസ്റ്റിനൊക്കെ. ഇത് അത്താണിച്ചക്ക. ഇത് അങ്ങോട്ട് പോണ വഴി. ഇനി ഇത് കഴിഞ്ഞാൽ സിജിക്കുട്ടൻ്റെ വീടാണ്. സിജിക്കുട്ടൻ്റെ വീട് ഇങ്ങോട്ട് പോയാൽ ഇതെവിടെയൊക്കെ പാടങ്ങളാണ്. ഇതിൻ്റെ ബാക്കിലൊക്കെ പാടങ്ങളാണ്. വീടുണ്ട്, അത് കഴിഞ്ഞ പാടങ്ങളാണ്, നെൽകൃഷി പാടങ്ങൾ. ഇപ്പം നമ്മുടെ തറവാട് വീടിൻ്റെ ബാക്ക് ഭാഗമാണിത്. ഇത് കണ്ടില്ലേ? തറവാട്ടിൻ്റെ ബാക്ക് ഭാഗം. ഇത് എൻ്റെ ഷെയറിലുള്ള സ്ഥലമാണ്. ഞാനിത് കൊടുത്തതാണ്. ഇതിൽ കബീർ പറയും, അംജിത്ത് പറഞ്ഞവരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. സിജിക്കുട്ടനും കൂടെ ഒപ്പത്തിനും എല്ലാത്തിനും കൂടെ ആയിട്ടുണ്ട്. ഇത് മാഷ് സാറ് മിഷൻ സ്കൂളിലെ മാഷാണ്. മാഷിൻ്റെ വീടാണ് ഇത്.
ഇതാ നമ്മുടെ മിഷൻ സ്കൂളിലെ സാം സാറ്. സാറ് സ്കൂളിൽ നിന്ന് വന്നാണിപ്പോൾ. ഓ ഓ സ്കൂളിൽ നല്ല പ്രൈസൊക്കെ കിട്ടിയോണോ? ആ ആ നിറയെ പ്രൈസ് വാങ്ങൽ തന്നെ പണിയില്ലേ സ്കൂളിൽ നിന്ന്? ശരിയാ. നല്ല കാര്യം. നമ്മുടെ നൗഷാദ് KH സൂപ്പർ മാർക്കറ്റ്, നൗഷാദിൻ്റെ വീടാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഈ സ്ഥലങ്ങളൊക്കെ നമ്മളുടെ ആയിരുന്നു മുൻപ്. നമ്മൾക്ക് ഓരോരുത്തർ പാർട്ടീഷൻ കഴിഞ്ഞ് ഓരോ ഭാഗം കിട്ടിയപ്പോൾ എല്ലാവരും ഓരോരുത്തർക്ക് ആവശ്യമില്ലാത്തവർക്ക് കൊടുത്ത് വിറ്റുപോയതാണ്. ഇതാണ് സിജിക്കുട്ടൻ്റെ വീട്. അപ്പോൾ സിജിക്കുട്ടൻ്റെ ഉമ്മാക്കും ഇവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങൾ കിട്ടി അവകാശമായിട്ട്. അപ്പോൾ സിജിക്കുട്ടൻ്റെ ഉമ്മ അത് വിറ്റില്ല. സിജിക്കുട്ടനേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു വീട് പണിതു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നത്. തെങ്ങുണ്ട്, ചെറിയ തെങ്ങ്, കായ്ക്കുന്ന തെങ്ങാണിത്. ഗംഗാബോണ്ട 2 വർഷമായതാണ്. പിന്നെ ഇതാ സപ്പോട്ട ചെടിയുണ്ട്. ഇതാണ് സിജിക്കുട്ടൻ്റെ വീട്. ഇതാ ഇത് സിജിക്കുട്ട തെങ്ങിൻ്റെ ചോട്ട് നിൽക്കുകയാണ്. ഉണ്ട് സിജിക്കുട്ട. എന്ത് തിന്നാണ് സിജിക്കുട്ട? സിജിക്കുട്ട എന്തൊക്കെയോ ഇലകളൊക്കെ തിന്നാണ്. ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത് ചക്കമരം, ചെറുതിലേ കായ്ക്കും. അഡീനിയം പൂച്ചെടി. ഇതിനധികം വെള്ളമൊന്നും ആവശ്യമില്ല പൂച്ചെടിക്ക്. ഈ വീട് കെട്ടിയിട്ടിപ്പോൾ 3 വർഷത്തോളമായി. പെയിൻ്റ് അടിക്കാരായി 2ാം പ്രാവശ്യം. അത് പറഞ്ഞാൽ മഴ കൊള്ളുന്ന മോഡലായതുകൊണ്ട് പെയിൻ്റ് അടിക്കാരായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കും. സിജുക്കുട്ടനയ്ക്ക് പറഞ്ഞാൽ വേറെ പുറത്തുള്ളവൻ്റെ വീട്ടിലൊന്നും അവൻ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല മുമ്പൊന്നും. അപ്പോൾ അവനിക്കും പുറത്ത് പോകണ്ടേ പറഞ്ഞിട്ട് പുറത്തൊക്കെ എവിടെയെങ്കിലൊക്കെ അവനെ കൊണ്ടിരുത്തണ്ടേ. അല്ലാണ്ട് പാലക്കാട് വീട്ടിൽ മാത്രം ഇരുത്തിയാൽ ശരിയായില്ലല്ലോ പറഞ്ഞിട്ട് ഇവിടെ ഒരു വീട് കെട്ടിയാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കും. അതാണ് പതിവ്. മാസത്തിൽ 1-2 ദിവസമൊക്കെ വന്നിരിക്കും. ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഒരു 60 ദിവസത്തോളമായി. അത് പറഞ്ഞാൽ എൻ്റെ അനിയൻ ഉഗാണ്ടയിൽ നിന്ന് വന്നപ്പോൾ അതിൻ്റെ 10 ദിവസം മുമ്പ് ഞങ്ങൾ വന്നാണ്. അവൻ പോയിട്ടും ഞങ്ങളിവിടെ നിന്ന് പോയിട്ടില്ല. ഇനിയൊരു ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അത് പറഞ്ഞാൽ ഞാൻ ലക്ഷദ്വീപിൽ പോകേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച പോകുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. ആദ്യം ഞാനും സിജിക്കുട്ടനും കൂടി പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കപ്പലിൽ നിന്ന് ചെറിയ ബോട്ടിക്ക് എടുത്ത് ചാടണം. ഇതൊന്നും സിജിക്കുട്ടനേക്ക് പറ്റില്ല പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. ഇനി ഞാൻ പോയി നോക്കിയിട്ട് കപ്പലിൽ നിന്നൊക്കെ സിജിക്കുട്ടനേക്ക് സുഖമായി ബോട്ടിക്ക് ചാടാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് സിജിക്കുട്ടനെ ഞങ്ങൾ കൂട്ടിയിട്ട് പോകാനാണ് പരിപാടി. അല്ലെങ്കിൽ എയർപ്ലെയിനിൽ പോകണം. അപ്പോൾ അതൊക്കെ പോയ ശേഷം സിജുവിന് അവിടെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നോക്കിയ ശേഷമാണ് ഞങ്ങൾ കൂട്ടിയിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും പോയവരെല്ലാവരും ബുദ്ധിമുട്ടും. ഞങ്ങളിവിടെ അയൽവാസികളായ കുറച്ച് ആളുകളൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ നിന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇതാ ഇവിടേക്കൊരു വഴിയുണ്ട്. ഇത് മലമ്പുഴ കനാലിൻ്റെ വഴിയാണ്. ഇപ്പോൾ ഈ വഴിയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് പാടങ്ങളൊക്കെ കാണും. ആ പാടങ്ങളൊക്കെ ഒന്ന് നോക്കാം. കൃഷി സ്ഥലങ്ങൾ, നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് നെൽകൃഷികൾ ചെയ്യുന്ന സ്ഥലങ്ങൾ, പാടങ്ങൾ. ഇതുണ്ട്. ഇതൊക്കെ നെൽകൃഷി ഇട്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ തെങ്ങുകളൊക്കെ ഉണ്ട്. ഇത് ഷെഫീഖിൻ്റെ വീട്. ഇതവിടെ വെള്ളം പോണ കനാലാണ്, മലമ്പുഴയുടെ കനാലാണത്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് റോഡുള്ളത്. അതായത് വെള്ളം പോണ കനാൽ മലമ്പുഴൻ്റെ. ഇതവിടെയൊക്കെ വീടുകളുണ്ട്. ഇത് മീരാൻ്റെ വീട്. ഇതാണ് ഇവിടുത്തെ പാടങ്ങൾ, നെൽപ്പാടങ്ങൾ ഒക്കെ കൊയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കൊയ്യും. ഇനി കൊയ്യണ ഭാഗവും ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നല്ല പാടങ്ങളുണ്ട്, വലിയ പാടമാണിത്. നമ്മൾ സൂര്യനെതിരെ നിന്നെടുക്കണം.
അപ്പോഴാണ് അനിയൻ അൽഅമിൻ്റെ വീട്. ഇവിടെ നല്ല കാറ്റൊക്കെ കിട്ടും, നല്ല കാറ്റൊക്കെ കിട്ടുന്ന നല്ല അന്തരീക്ഷമുള്ള സ്ഥലമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, സൈലൻ്റായ നല്ല ഏരിയയാണ് ഇവിടെ സ്ഥലങ്ങൾ. ഹൈവേന്ന് തൃശ്ശൂർ പാലക്കാട് ഹൈവേന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂർ റൂട്ടിൽ 20 കിലോമീറ്റർ ദൂരത്താണ് എരുമിയൂർ പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഹൈവേന്ന് ഒരു 100-150 മീറ്റർ ദൂരത്താണ് ഞങ്ങളുടെ വീടുള്ളത്. ചിജിക്കുട്ടൻ്റെ വീട് ഇതാ, ചിജിക്കുട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇതാ ഇങ്ങനെ തറവാട്ടിലേക്ക് ഒരു വഴി സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ചെറിയ കിണറൊക്കെ ഉണ്ട്, ചെറിയ കിണർ. പിന്നെ ഇത് അവിടെ നിന്ന് ഒരു വഴിയുണ്ട് ഇതാ തറവാട്ടിലേക്ക്. എല്ലാ വീട്ടിൽ നിന്നും തറവാട്ടിലേക്ക് ഓരോ വഴിയുണ്ട് ഇതാ, ഇങ്ങനെ ഓരോ വഴി തറവാട്ടിക്കുണ്ട്. അങ്ങനെ തറവാട്ടിക്ക് എല്ലാ വീട്ടിൽ നിന്നും കണക്ഷൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ തറവാട്ടിലേക്ക് എല്ലാ വീട്ടിൽ നിന്നും ഒരു കണക്ഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തറവാട്ടിൽ നിറയെ സ്ഥലമുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്യുക. ചെറുതായിരിക്കുമ്പോൾ കളിച്ചതും എൻ്റെ വാപ്പ കെട്ടിയ വീടാണ്. വാപ്പ ചെറുപ്പത്തിൽ തന്നെ കെട്ടിയ വീടാണ്. ഇതൊന്നും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ നിലനിർത്തിയിട്ട് കേടൊന്നും അങ്ങനെ കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പയറൊക്കെ ചെയ്ത് അങ്ങനെ ഒരുവിധം പൊളിക്കാണ്ട് നിർത്തിയിരിക്കുകയാണ്. മരത്തിൽ നിറയെ ചെറുനാരങ്ങയൊക്കെ ഉണ്ട്. ഇതെല്ലാ സമയത്തും വിളവുകളുണ്ടാവും. ചിജിക്കുട്ടൻ്റെ വീട്ടിലെ കിണർ ചെറിയ കിണറാണ്. ഇതിലെങ്ങനെ പറഞ്ഞാൽ മഴവെള്ളം ഈ പൈപ്പിലൂടെ ഇത് ഇറങ്ങി വരും. ഇതാ ഇതിലൂടെ അങ്ങനെ ഇറങ്ങി വന്ന് ഇതാ ഇതിൽ ചാടി ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഇതിലേക്ക് ഇറങ്ങും. ഇതുണ്ട്, ഇതിൽ നിറയെ വെള്ളമുണ്ട്. കാറിൽ പോണ കൊണ്ടിട്ടാണ് നമുക്ക് ഞങ്ങളുടെ കടയ്ക്ക് ശുചിത് പിടിക്ക്, വാ ഇത് പിടിക്ക്, മാമാനെ സഹായിക്ക്. കടയ്ക്ക് പോവുക ശിജി നല്ല ആളാണ്. ശിജി വാങ്ങ്, നമുക്ക് കടയിൽ കൊടുക്കണത് വാങ്ങ്, വാങ്ങ് കടയിൽ കൊടുക്കണത് വാങ്ങ്. വാ വാ പോവുക, വാ വാ ശിജു വാ വാ. ഇതാ ശിജിക്കുട്ടനും മാമയും കൂടി KH സ്റ്റോർ KH സൂപ്പർ മാർക്കറ്റിൽ സാധനം കൊടുക്കാൻ പോകുന്നു. ശിജിക്കുട്ടി പാക്ക് ചെയ്ത സാധനങ്ങൾ രണ്ടാളും കൂടി തൂക്കി പിടിച്ചാൽ കൊണ്ടുവന്ന ശിജുവിന് ഒറ്റയ്ക്ക് തൂക്കാനാകില്ല. പിടിക്ക് ശിജിക്കുട്ടാ, പിടിക്ക്. ആ ശരി. ആ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന എരുമേലി ടൗണാണിത്. ഇതാണ് അബ്ബാസ് മാമാൻ്റെ കട, ഷിജിക്കുട്ടൻ്റെ അബ്ബാസ് മാമാൻ്റെ കട. റോയൽ ബേക്കറി, അബ്ബാസ് റോയൽ സ്റ്റോർ. ഇവിടുത്തെ പച്ചക്കറി കട ഷിജിക്കുട്ട. ഇവിടുത്തെ കടകൾ ടൗണ്, മെഡിക്കൽ ഷോപ്പ്, കടകൾ, KH സൂപ്പർ മാർക്കറ്റ്. അതിലാണ് ചിജിക്കുട്ടി സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത വീട്ടിലെ നൗഷാദ്. ചിജിക്കുട്ട സാധനം കൊടുക്കുന്ന അവിടെ കൊടുക്ക്. സിജു സാധനങ്ങളൊക്കെ കൊടുത്തു. സിജു ഇത് എടുത്തതാ, ഓരോരുന്ന് എടുത്തതാ. സിജു ഇതിലൂടെ വെക്കി കൂട്ടാ, അല്ലെങ്കിൽ അടുക്കിക്കോ, ഞാൻ വെക്കാം. അതെടുത്ത് വെച്ചോ. സിജിക്കുട്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ നിറയെ ചിലവാകുന്നുണ്ട്. ഇതാ ഫ്രണ്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്, സിജുവിൻ്റെ എല്ലാ സാധനങ്ങളും. സിജുവിന് നേരെ അടുക്കി വെക്കാനൊന്നും അറിയില്ല, അപ്പോൾ കിട്ടിയ മാതിരിയൊക്കെ എടുത്ത് വെക്കാണ്. സിജു ഇതാ എല്ലാം എടുത്ത് വെച്ചുതാ. സിജു കുട്ടി ഇതാ എല്ലാതും എടുത്ത് സിജു സെഞ്ചുതാ. അവിടെ വെച്ചാ ഇതാ കടൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. എല്ലാതരം മില്ലറ്റും ഉണ്ട്. ഇഡ്ഡലിപ്പൊടിയുണ്ട്, ബ്ലാക്ക് റൈസ് ഉണ്ട്, റെഡ് റൈസ് ഉണ്ട്, 8 തരം മില്ലറ്റുകളുണ്ട്, ശർക്കരപ്പൊടിയുണ്ട്. പിന്നെ ഇതാ ഈ മാവുണ്ട്, മിക്സഡ് മില്ലറ്റ് മാവ്. അത് കുറ്റിപ്പൊട്ടിനുമുണ്ട്, സാധാ ഉപയോഗത്തിനുള്ള മാവുകളും ഉണ്ട്. മിക്സഡ് മില്ലറ്റ് പറഞ്ഞാൽ 10 തരം മില്ലറ്റുകൾ കലർന്നത്. പിന്നെ ബ്ലാക്ക് റൈസ്, റെഡ് റൈസ് വറുത്ത് പൊടിച്ച് ഉണക്കിയതാണ്.
നൗഷാദ്, നൗഷാദിൻ്റെ കട. നൗഷാദിൻ്റെ കട വലിയ കടയാണ്, സൂപ്പർ മാർക്കറ്റ് എരുമേലിൻ്റെ. പച്ചക്കറി, പാല്, മാവ്, എല്ലാതരം ധാന്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ നിറയെ ചിലവാകുന്നുണ്ട്, അത്യാവശ്യം നന്നായി ചിലവാകുന്നുണ്ട് നൗഷാദിൻ്റെ കടയിൽ. ശുചി പൈസ കൊടുത്ത് വാങ്ങ്. ബാക്കി കൊടുക്കാം. നിനക്ക് ബാക്കി വാങ്ങണം ശുചിക്കുട്ടാ. ശുചി അതിലിട്ടോ പൈസ. ഇതാണ് എരുമേർ ടൗണ്. എരുമേർ ടൗണിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. നല്ല തിരക്കാണ് ഇവിടെ ഈ സമയത്ത് ഇവിടെ മീനുകളൊക്കെ കിട്ടും 4 to 6 മണി വരെ. ഇത് തന്നെയാണ് എൻ്റെ അനിയൻ അബ്ബാസിൻ്റെ റോയൽ ബേക്കറി പറയുന്ന, റോയൽ സ്റ്റോർ എന്നൊക്കെ പറയുന്ന കട. അതിന് മുമ്പ് തന്നെ പച്ചക്കറി കടയൊക്കെ ഉണ്ട്. ഇവിടെ ബേക്കറി സാധനങ്ങൾ, അതേമാതിരി സ്റ്റേഷനറി സാധനങ്ങൾ എല്ലാം കിട്ടും. കുറേ കാലങ്ങളായിട്ടുള്ള കടയാണ്. മുൻപ് ഇത് ഹൈവേയിലായിരുന്നു, പിന്നീടാണ് ഇങ്ങോട്ട് മാറ്റിയത്. ഇത് സ്വന്തം ബിൽഡിങ് തന്നെയാണ്, സ്വന്തം റൂമുകളൊക്കെ തന്നെയാണ്. ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അബ്ബാസ് പള്ളിയിലേക്ക് പോയിരിക്കുന്നു നമസ്കരിക്കാൻ. ഇവിടെ സ്ഥലത്തില്ല, ആൾ കടയിലില്ല. ശുചിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് കടയിലൊക്കെ വന്ന് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഇവിടേക്ക് വരും. ഇതാണ് നമ്മുടെ സെൻറ്ററിലുള്ള കടകൾ. ഇത് KH ഫാഷൻ, അങ്ങനെ ഓരോ കടകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊരു 150 മീറ്റർ ദൂരത്താണ് നമ്മുടെ വീട്. മനക്കൽ ജ്വല്ലറി, ഹോട്ടൽ ട്രിഫ. ഇതാ നമ്മുടെ കാദർ. ശുചിക്കുട്ട കാദർക്ക് വിളിക്കുന്നു നോക്കാതാ. ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഒരു 150 മീറ്റർ പോയാൽ നമ്മുടെ വീടായി, ശുചിക്കുട്ടിൻ്റെ വീട്. മാമയും കൂടിയിട്ട് കടയിൽ സാധനമൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വരികയാണ്. മില്ലറ്റും ശർക്കരപ്പൊടിയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വരികയാണ്. ഇതാ ശുചിക്കുട്ടിക്ക് ബിസ്ക്കറ്റും റസ്കൊക്കെ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. റസ്ക് കിട്ടിയപ്പോൾ സിജുവിന് നല്ല സന്തോഷമായി. അല്ല ശുചിക്കുട്ട? വരാ. സിജുവിന് അങ്ങനെ റസ്കും ബിസ്ക്കറ്റും നമ്മൾ അധികം കൊടുക്കില്ല ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്. ഇങ്ങനെ എന്നെങ്കിലും പോകുമ്പോൾ അവൻ നമ്മളെ വിടില്ല, വാങ്ങാണ്ട് വിടില്ല. അപ്പോൾ നിർബന്ധമായിട്ട് അവൻ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അതവൻ്റെ ഒരു സന്തോഷമാണ്. ഇത് സിജ വരമ്മ വരാ. സിജു എവിടേക്കാ പോയത്? കടയിലേക്ക് പറ. കടയിൽ കൊണ്ടുപോയി. സിജു കടയിൽ പോയിട്ട് എന്ത് വാങ്ങി? ബിസ്ക്കറ്റാ? പറ, എന്ത് വാങ്ങി? ബിസ്ക്കറ്റാ? നമ്മുടെ വീട് വീണ്ടും എത്തി. ശുചിക്കുട്ടി സാധനമൊക്കെ വിറ്റുത ലാഭം കൊണ്ട് ബിസ്ക്കറ്റും റസ്കൊക്കെ വാങ്ങിയിട്ടുണ്ട് അവനിക്കുള്ളത്. അവനിക്ക് നല്ല സന്തോഷമായി ശുചിക്കുട്ടിക്ക്. ശുചിക്കുട്ടിക്ക് നല്ല സന്തോഷമായി എല്ലാ സാധനവും കിട്ടിയപ്പോൾ. ശുചിക്കുട്ട കണ്ട് നോക്കുതാ. ശുചിക്കുട്ടി ഇത് അങ്ങനെ വീടെത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.